Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി കൺസ്യൂമർ ഇക്വിലിബ്രിയത്തെ കുറിച്ചൊക്കെ അറിയാം. അതേപോലെ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോ എക്കണോമിക്സിൽ. അപ്പോൾ ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം? അപ്പോൾ നമുക്ക് എക്കണോമിക്സിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആണ് അല്ലേ. ഫ്രം ദാറ്റ് പൊസിഷൻ ദർ ഈസ് നോ ടെൻഡൻസി ടു ചേഞ്ച്. ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം, കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ് കൺസ്യൂമറുടെ ലിമിറ്റഡ് ഇൻകം ഉപയോഗിച്ച്. അതേപോലെ തന്നെ സാധനങ്ങളുടെ പ്രൈസും അനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുക. അങ്ങനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് ലിമിറ്റഡ് ഇൻകം ഒരു കൺസ്യൂമർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മാറാനുള്ള ടെൻഡൻസി കൺസ്യൂമർക്ക് ഇല്ല. കറക്റ്റ് അല്ലേ? അതേപോലെ പ്രൊഡ്യൂസർക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ബാലൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്. അവിടെ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്കും അങ്ങനെ മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവണില്ല. അപ്പം പ്രൊഡ്യൂസർക്ക് എന്ന് പറയുന്ന സമയത്ത് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം കോസ്റ്റ് ആണ്. പ്രൊഡ്യൂസർക്ക് എങ്ങനെയാണ് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം കോസ്റ്റ്, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒക്കെ വരുന്നുണ്ട്, അതും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷനിൽ അല്ലേ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതാണ് പ്രൊഡ്യൂസറുടെ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് ഡെഫിനിഷനും നോട്ട്സും കൂടെ നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഈ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ലെവൽ എന്ന് പറയുക അല്ലേ. ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ലെവൽ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ആണ്. കാരണം ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് എ പ്രൊഡ്യൂസർ ക്യാൻ മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ് ബൈ കമ്പയറിംഗ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അല്ലേ. അതായത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു, അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അല്ലേ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നു. ശരിയല്ലേ? അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമ്പോഴാണല്ലോ ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലെവൽ ഉണ്ടാവും അല്ലേ, ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലെവൽ ഉണ്ടാവും. അതിനെ തന്നെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ലെവൽ, ദാറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് a producer can maximize their profit. പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുക ബൈ കമ്പയറിംഗ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ അത് വേറെ ഒന്നുമല്ല, മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക റവന്യൂ മാക്സിമൈസ് അല്ലേ, റവന്യൂ കൂട്ടാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും കഴിയുന്നു. അത് കാരണം അവിടെ കോസ്റ്റ് മിനിമൈസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. So it is achieved when a producer can get the most output from the least amount of cost. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞത് കാര്യം തന്നെയാണ്. ഇത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസർക്ക് മോസ്റ്റ് ഔട്ട്പുട്ട് അല്ലേ, അതായത് മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുകയാണ് ഫ്രം ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് കോസ്റ്റ്. എന്ന് വെച്ചാൽ ലീസ്റ്റ് കോസ്റ്റ്, ഏറ്റവും കുറഞ്ഞ ചിലവിൽ പറ്റാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. അതാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം അല്ലേ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ദ ഔട്ട്പുട്ട് വേർ ദ പ്രൊഡ്യൂസർ ഗെറ്റ്സ് മാക്സിമൈസ്ഡ് പ്രോഫിറ്റ്സ് അല്ലേ. പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്ന ഔട്ട്പുട്ട് ലെവൽ ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയമാണ്. പിന്നെ അവിടെ നിന്നും പ്രൊഡ്യൂസർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവണില്ല. കറക്റ്റ് അല്ലേ? സോ എ പ്രൊഡ്യൂസർ ക്യാൻ റീച്ച് എ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ഇഫ് ഹിസ് പ്രോഫിറ്റ്സ് ആർ വാട്ട് ഈസ് അറ്റ് ഹയർ ദെയർ ഹയർ ലെവൽസ് അല്ലേ. പ്രോഫിറ്റ് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് മാക്സിമം ലെവലിൽ ആയിരിക്കും. ആ ഒരു പോയിന്റാണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐസോകോൺസ് ആൻഡ് ഐസോകോസ് കർവ്സ് കേട്ടോ. അപ്പോൾ ഈ ഐസോകോണ്ടും ഐസോകോസ്റ്റും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇൻ കേസ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ ഐസോകോണ്ടും ഐസോകോസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ബേസ് കണ്ട് മനസ്സിലാക്കണം. ആ രണ്ട് കർവ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് TC ആൻഡ് TR അപ്രോച്ചും പിന്നെ ഐസോകോൺസും അതേപോലെ തന്നെ ഐസോകോസ്റ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഐസോകോണ്ട് ആൻഡ് ഐസോകോസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ് പറയണത്.
Here is the diagrammatic representation of producers equilibrium. In this diagram, x-axis represents labor. X-axis represent labor, y-axis capital. That capital is measured. Now, we assume two factors of production, labor and capital. These are the isocost curves of that producer. Producer isocost curves are the EF, GH, then KP. 3 isocost curves ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റ് ആണ്. കൺസ്യൂമർക്ക് ബഡ്ജറ്റ് ഉള്ള പോലെ പ്രൊഡ്യൂസർക്കും ഒരു ബഡ്ജറ്റ് ഉണ്ട് അല്ലേ. അപ്പം അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കർവ് അല്ലെ, ഈ KP എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റിൽ നമുക്ക് വരാത്തതാണ് കേട്ടോ. ആക്ച്വലി ഇതുവരെയാണ് ശരിക്കും, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. M എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. കാരണം ഈ ഐസോകോണിൽ മാക്സിമം, ഈ ഐസോകോണിൽ ടച്ച് ചെയ്യുന്ന അല്ലേ, ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇതിൽ ടച്ച് ചെയ്യുന്ന മാക്സിമം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. OC ലെവൽ ഓഫ് ക്യാപിറ്റലും OL ലെവൽ ഓഫ് ലേബറും യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസർക്ക് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ഔട്ട്പുട്ട് ഏതാണ്? ഈ എമ്മിലാണ്. അതായത് ഇനി നോക്കിക്കോളൂ, ഈ അകത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഐസോകോണ്ട് ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഐസോകോസ്റ്റ് പ്രൊഡ്യൂസർക്ക് അത്രയും ചിലവ്, അത്രയും ക്യാപിറ്റൽ ബിയർ ചെയ്യാൻ കഴിയില്ല, അത്രയും പ്രൊഡക്ഷൻ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഇതാണ് മാക്സിമം. അപ്പോൾ ഇതിൽ കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം M എന്ന് പറയുന്ന പോയിന്റിൽ അല്ലേ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. ടാൻജൻസി പോയിന്റ് ആണ്. ഇതൊക്കെ തമ്മിൽ ഐസോകോസ്റ്റും ഐസോകോണ്ടും എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക, മാക്സിമം കിട്ടാവുന്നതിൽ വെച്ചാൽ മാക്സിമം ഔട്ട്പുട്ട്, അതായത് ഈ 200 യൂണിറ്റ്സ് എന്ന് പറയുന്ന ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയിപ്പം പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഐസോകോസ്റ്റിൽ ടച്ച് ചെയ്യുന്ന ഐസോകോണിൽ 100 യൂണിറ്റ്സ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അതെന്താണ്, കിട്ടാവുന്നത് വെച്ച് മാക്സിമം അല്ല. അതുകൊണ്ട് അതേപോലെ തന്നെ 100, അതിനേക്കാളും താഴെ ബിലോ 150 അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസർക്ക്. കാരണം ഇത്രയും ആളുടെ കയ്യിൽ ഉണ്ട് അല്ലേ, ബഡ്ജറ്റ് ഉണ്ട്. ഈ കോസ്റ്റ്, ഐസോകോസ്റ്റ് ഇത്രയും ഉണ്ട്. അപ്പം അതിനേക്കാളും താഴെ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ടോ മാക്സിമം പ്രോഫിറ്റോ ഉണ്ടാവണില്ല, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. എന്നാൽ പ്രൊഡ്യൂസറുടെ, അതായത് ലേബർക്കും ക്യാപിറ്റലിനും വേണ്ടി എത്ര സ്പെൻഡ് ചെയ്യാൻ ആൾ ഉദ്ദേശിക്കുന്നു, ആ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ഈ M എന്ന് പറയുന്ന പോയിന്റിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വെച്ച് പ്രൊഡ്യൂസർ നോക്കൂ, OC ലെവൽ ഓഫ് ക്യാപിറ്റലും OL ലെവൽ ഓഫ് ലേബറും യൂസ് ചെയ്ത് ഇത്രയും ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ML 200 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, മാക്സിമം ആണ് പ്രൊഡ്യൂസറുടെ. അങ്ങനെ പ്രൊഡ്യൂസർ എന്താ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നു. പ്രൊഡ്യൂസർ എവിടെ എത്തുന്നു? ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇച്ചിരി കൂടെ മനസ്സിലാവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഐസോകോണ്ട്, ഐസോകോസ്റ്റ് അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. അതേപോലെ ഈ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൻ്റെ വേറൊരു അപ്രോച്ച് ഉണ്ട് നമുക്ക്. ഏതാണ്? TC ആൻഡ് TR അപ്രോച്ച്. വളരെ സിമ്പിളാണ്. ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ അപ്രോച്ച് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ TC മൈനസ് TR ആണ് അല്ലേ. ടോട്ടൽ കോസ്റ്റ് എന്ന് ടോട്ടൽ റവന്യൂ മൈനസ് ചെയ്തിട്ടല്ലേ പ്രോഫിറ്റ് നോക്കുക. അപ്പം പ്രോഫിറ്റ് എവിടെയാണ് മാക്സിമൈസ് ചെയ്യുന്നത്? ഈ ഡയഗ്രത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം യൂസിങ് TC ആൻഡ് TR അപ്രോച്ച് ആണ്. ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ അപ്രോച്ചിലൂടെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കണം നോക്കാം. നോക്കൂ, ഇതാണ് ടോട്ടൽ റവന്യൂയുടെ കർവ്, കറക്റ്റ് അല്ലേ? ഇതാണ് ടോട്ടൽ കോസ്റ്റിൻ്റെ കർവ്. ടോട്ടൽ കോസ്റ്റ് കണ്ടോ ഇവിടെ നിന്ന്, കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇക്വിലിബ്രിയം പോയിന്റ്സ് ഉണ്ട്, അതായത് SR, TC ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കാരണം ഈ ഒരു പോയിന്റ് S ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോസ്റ്റും റവന്യൂവും എങ്ങനെയാണ്? ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു പോയിന്റിലാണ് നോക്കൂ, ഈ C എന്ന് പറയുന്ന പോയിന്റിൽ നോക്കൂ, കോസ്റ്റ് വളരെ കുറവാണ്. OQ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കറക്റ്റ് അല്ലേ? OQ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ H എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്താണ്, ഈ കോസ്റ്റും റവന്യൂവും ഈക്വൽ ആണ്. അപ്പം ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു പോയിന്റിൽ നോക്കൂ, കോസ്റ്റ് നല്ല താഴെയും റവന്യൂ നോക്കൂ ഇവിടെയാണ് നിൽക്കുന്നത്. കണ്ടോ, R എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റവന്യൂ ഉണ്ട്. അപ്പം ഈ CR എന്ന് പറയുന്ന ഈ പോർഷൻ പ്രൊഡ്യൂസറുടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം പ്രോഫിറ്റ് ഡെഫിനറ്റ്ലി ഏത് പോയിന്റിൽ തന്നെയാണ്? ഈ C എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവിടെയാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. OQ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. CR ലെവൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നു. മനസ്സിലായല്ലോ? കോസ്റ്റ് വളരെ ലോ ആണ്. അപ്പം ഇതാണ് ലോവസ്റ്റ് കോസ്റ്റ് പോയിന്റ്, ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ അല്ലേ. ലീസ്റ്റ് കോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് OQ ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാക്സിമം ലെവൽ കിട്ടാവുന്നത് വെച്ച്
കുറഞ്ഞ ചിലവിൽ കിട്ടാവുന്നതിൽ മാക്സിമം ഔട്ട്പുട്ട് ഇത് തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ട് പോകുന്നതോറും കോസ്റ്റ് പതുക്കെ മേളിലോട്ടാണ് പോകുന്നത് അല്ലേ, മുകളിലോട്ട് പോകുന്നില്ലേ. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം മേളിലോട്ടാണ് വരുന്നത്. ഇവിടെ മാത്രമാണ് ഏറ്റവും താഴ്ന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് കോസ്റ്റ് അതാണ്. അപ്പോൾ CR എന്ന് പറയുന്ന പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെയൊക്കെ ആണെങ്കിൽ കോസ്റ്റും റവന്യൂ ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ല. അതുപോലെ ഔട്ട്പുട്ടും കുറവാണ്, ശരിയല്ലേ. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് കൂട്ടാൻ കഴിയും, പക്ഷേ ഒരിക്കലും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നില്ല, പ്രോഫിറ്റ് ഇല്ല. TC ആൻഡ് TR ഈക്വൽ ആയ 0 പ്രോഫിറ്റ് ആണ് അല്ലേ, 0 പ്രോഫിറ്റ് 0 ലോസ് ആണ്. അപ്പോൾ അത് പ്രൊഡ്യൂസർക്ക് അത്രയ്ക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് തന്നെ C എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു എന്നിട്ട് ഇത്രയും പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തിയത്, ശരിയല്ലേ. ഈ C എന്ന് പറയുന്നതിൽ OQ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് X ആക്സിസിൽ ഇവിടെ TC TR ആണ് മെഷർ ചെയ്യുന്നത്. Y ആക്സിസിൽ എക്സ്ട്രീംലി സോറി, Y ആക്സിസിൽ TCയും TRും ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂയും, X ആക്സിസിൽ ഔട്ട്പുട്ടാണ്, ശരിയല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുക. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണിക്കാം, ഈ രണ്ട് രീതിയിൽ. ഓക്കെ, സോ മേക്ക് ഇറ്റ് ക്ലിയർ. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്താണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം, പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. അപ്പം കഴിയാവുന്നത്ര വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതേപോലെ അടുത്ത ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.